വേദശാസ്ത്രങ്ങളെയും അതിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളെയും ശാന്തന്മാരെയും നിന്ദിക്കുന്നവർ ക്ലേശമനുഭവിക്കുന്നു. ദാരിദ്ര്യം ദാനത്തെയും നല്ല സ്വഭാവം ദുർഗതിയെയും അറിവ് അജ്ഞാനത്തെയും ശരിയായ മനോഭാവം ഭയത്തെയും ഇല്ലാതാക്കും. കാമനകൾക്ക് തുല്യമായ വ്യാധിയോ അവിവേകത്തിന് തുല്യമായ ശത്രുവോ ക്രോധത്തിന് സമമായ തീയോ അറിവിനു സമാനമായ സുഖമോ വേറെയില്ല. മനുഷ്യൻ ഏകനായി ജനിക്കുകയും മരിക്കുകയും സ്വയം നല്ലതും കെട്ടതും അനുഭവിക്കുകയും തനിച്ച് നരകത്തിൽ വീഴുകയും ഒറ്റയ്ക്ക് പരമഗതി പ്രാപിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മജ്ഞാനിക്ക് സ്വർഗവും ധീരന് ജീവിതവും ആശയെ ജയിച്ചവന് സ്ത്രീയും കാമനയില്ലാത്തവന് ഈ ലോകം മുഴുവനും തൃണതുല്യമാണ്. വിദേശയാത്ര ചെയ്യുമ്പോൾ അറിവും വീട്ടിൽ ഭാര്യയും രോഗിക്ക് മരുന്നും മരിച്ചവന് പുണ്യകർമ്മങ്ങളും കൂട്ടായിരിക്കും. സമുദ്രത്തിൽ പെയ്യുന്ന മഴയും വിശപ്പില്ലാത്തവന് കൊടുക്കുന്ന ഭക്ഷണവും ധനികന് കൊടുക്കുന്ന ദാനവും പകൽ കത്തിച്ചു വയ്ക്കുന്ന വിളക്ക് വ്യർത്ഥമാണ്. മഴവെള്ളത്തിന് തുല്യമായ ജലവും സ്വന്തം കരുത്തിന് സമമായ ബലവും കണ്ണീരിൻ്റേതിന് തുല്യമായ തേജസ്സും ധാന്യങ്ങളെപ്പോലെ തൃപ്തി തരുന്ന വസ്തുക്കളും വേറെയില്ല. ദരിദ്രൻ സമ്പത്ത് നേടാനും മൃഗങ്ങൾ സംസാരിക്കുവാനും മനുഷ്യർ സ്വർഗം നേടാനും ദേവന്മാർ മുക്തി നേടുവാനും ആഗ്രഹിക്കുന്നു. ഭൂമിക്ക് ആധാരമായി നിൽക്കുന്നതും സൂര്യന് ചൂടേകുന്നതും സത്യമാണ്. സത്യത്തിനെ ആശ്രയിച്ച് കാറ്റു വീശുന്നു. എല്ലാം സത്യത്തെ ആധാരമാക്കി നിലനിൽക്കുന്നു.